പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 272 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ക്ലൗഡിന് ശേഷം ഈ ആഴ്ച കന്യകാമറിയത്തിൻ്റെ ജന്മതിരുനാളിനെ കുറിച്ചാണ്. ആഗോള കത്തോലിക്ക സഭ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജന്മതിരുനാൾ സെപ്റ്റംബർ 18 ആഘോഷിക്കുന്നത്. ഏതാണ്ട് 170 രചിക്കപ്പെട്ട യാക്കോബിൻ്റെ സുവിശേഷങ്ങളിൽ നിന്നുമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ മാതാപിതാക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിവായിട്ടുള്ളത്. ഇതിലെ വിവരങ്ങളനുസരിച്ച് അക്കാലത്ത് ഏറെ ബഹുമാനിക്കപ്പെട്ടിരുന്ന ജോവാക്കിമിനും അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്ന അന്നയ്ക്കും വർഷങ്ങളായി കുട്ടികളില്ലായിരുന്നു. മക്കൾ ജനിക്കാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ശിക്ഷ എന്ന നിലയിലായിരുന്നു അവർ ഇതിനെ കണ്ടിരുന്നത്. വർഷങ്ങൾ നീണ്ട അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി മറിയം ജനിച്ചു. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വിശുദ്ധിയുള്ളവരും എല്ലാ മനുഷ്യരുടെയും ആത്മീയ മാതാവുമായ കന്യകാമറിയം ലോകരക്ഷകന്റെ അമ്മയാകുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജനിച്ചത്. അവളുടെ മകന്റെ അനന്തരമായ യോഗ്യതകൾ കാരണം അവൾ തന്റെ മാതാവിന്റെ ഉദരത്തിൽ ഭ്രൂണമായതും ജനിച്ചു വീണതും പരിപൂർണ അമലോത്ഭവയും ദൈവാനുഗ്രഹം നിറഞ്ഞവളുമായിട്ടായിരുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അവളിലൂടെ സകല മനുഷ്യർക്കും എല്ലാ കൃപാവരങ്ങളും ലഭിക്കപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ ഇഷ്ടപ്രകാരം അവളിലൂടെ അവിശ്വാസികളായിട്ടുള്ളവർക്ക് വിശ്വാസവും ക്ലേശിതർക്ക് ആശ്വാസവും ലഭിക്കപ്പെടുന്നു. കൂടാതെ ക്രിസ്തുവിനെ അനുയായികളായ നമുക്ക് കർത്താവിന്റെ മാതൃകയിൽ വളരുവാൻ കൃപാവരവും ലഭിക്കുന്നു. എല്ലാ മാനുഷിക ഭാവങ്ങളും പരിശുദ്ധ മറിയത്തിൽ വിളങ്ങുന്നു. പുരാതന കാലം മുതലേ തിരുസഭ അനുവർത്തിക്കുന്നത് പോലെ തന്നെ അവളുടെ ജന്മതിരുനാൾ നമ്മളും ആഹ്ലാദിക്കുന്നു. തിരുസഭയുടെ ദിനസൂചികയിൽ ആഘോഷിക്കപ്പെടുന്ന 3 ജന്മദിനങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ മാതാവിന്റെ ജന്മദിനം. ക്രിസ്തുവിന്റെ ജന്മദിനം അത് ഡിസംബർ 25 സ്നാപ യോഹന്നാന്റെ ജന്മദിനം ജൂൺ 24, പരിശുദ്ധ മറിയത്തിന്റെ ജന്മദിനം എന്നിങ്ങനെ ആ 3 ജന്മദിനങ്ങൾ നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നു. ഈ ജന്മദിനങ്ങളിൽ ഇവർ 3 പേരും ജന്മപാപമില്ലാതെ ജനിച്ചവരാണ്. മറിയവും യേശുവും ഗർഭത്തിൽ ഉണ്ടായത് തന്നെ ജന്മപാപമില്ലാത്തവരായിട്ടായിരുന്നു. എന്നാൽ വിശുദ്ധ സ്നാപ യോഹന്നാൻ തന്റെ മാതാവിന്റെ ഉദരത്തിൽ ഭ്രൂണമായിരിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തിന്റെ സന്ദർശനത്താൽ ജന്മപാപത്തിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടു. വേനൽക്കാലത്തിന് അവസാനമാവുകയും മഞ്ഞുകാലം തുടങ്ങുകയും ചെയ്യുന്നതിനാൽ സെപ്റ്റംബർ 8 എന്ന ദിവസത്തോട് ബന്ധപ്പെട്ട് നിരവധി നന്ദി പ്രകാശന ആഘോഷങ്ങളും ആചാരങ്ങളും നിലവിലുണ്ട്. ഈ ദിനത്തിൽ വേനലിലെ വിളവെടുപ്പിനെ അനുഗ്രഹിക്കുകയും പുതിയ വിത്തുകൾ പാകുകയും ചെയ്യുന്ന ഒരു ആചാരം പുരാതന റോമൻ ആചാരങ്ങളിൽ നിലവിലുണ്ടായിരുന്നു. ഫ്രാൻസിലെ മുന്തിരി കൃഷിക്കാർ ഈ ആഘോഷത്തെ മുന്തിരി വിളവെടുപ്പിന്റെ പരിശുദ്ധ കന്യക എന്നാണ് വിളിച്ചിരുന്നത്. ഈ ദിവസം ഏറ്റവും നല്ല മുന്തിരിപ്പഴങ്ങൾ പ്രാദേശിക ദേവാലയത്തിൽ കൊണ്ടുവന്ന് വെഞ്ചരിക്കുകയും അതിൽ കുറച്ച് മുന്തിരിക്കുലകൾ മാതാവിന് സമർപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. പുതിയ മുന്തിരി പഴങ്ങൾ ഉൾപ്പെട്ട ഒരു ഉത്സവ സദ്യയും ഈ ആഘോഷ ദിവസത്തിന്റെ ഭാഗമായിരുന്നു. ഓസ്ട്രിയയിലെ ആൽപ്സ് പർവ്വത പ്രദേശങ്ങളിൽ ഈ ആഘോഷത്തെ ഇറക്കത്തിന്റെ ദിവസം എന്നാണ് വിളിക്കുന്നത്. ഈ ദിവസം കുന്നിൻ ചെരുവുകളിൽ മേയാൻ വിട്ടിരിക്കുന്ന കന്നുകാലികളെ അടിവാരങ്ങളുള്ള അവരുടെ ശൈത്യകാല തൊഴുത്തുകളിലേക്ക് കൊണ്ടുവരും. പരിശുദ്ധ മാതാവിന്റെ ജന്മതിരുനാളിന്റെ പേരിൽ ഓസ്ട്രിയയിലെ ചില ഭാഗങ്ങളിൽ ഈ ദിവസത്തെ പാലും ബാക്കി വരുന്ന ഭക്ഷണവും പാവങ്ങൾക്ക് നൽകുന്ന പതിവുണ്ട്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ആദികിരണമെന്ന നിലയിലാണ് പരിശുദ്ധ മാതാവിന്റെ ജന്മതിരുനാളിനെ നാം കൊണ്ടാടുന്നത്. മനുഷ്യവംശത്തിന്റെ രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധ മാതാവിനെ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. മാത്രമല്ല, ദൈവം തന്റെ സൃഷ്ടികൾക്ക് നൽകിയിട്ടുള്ളതിൽ ഏറ്റവും ഉന്നതമായ ദൗത്യമാണ് പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിട്ടുള്ളത്. അതിനാൽ പരിശുദ്ധ ദൈവമാതാവ് നമ്മളുടെയും അമ്മയായി നമുക്ക് ആഹ്ലാദിക്കാം. പരിശുദ്ധ മാതാവിന്റെ ലുത്തിനിയായിൽ അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായ വിശേഷണമായ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ എന്ന് നമുക്ക് അമ്മയെ വിളിക്കാം. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. മനസ്സിനെ സമാധാനിപ്പിക്കാൻ അറിയുന്ന മറ്റൊരു മനസ്സ് ഒപ്പമുണ്ടെങ്കിൽ മാഞ്ഞു തുടങ്ങിയ പുഞ്ചിരി തിരികെ വരും. ഏവർക്കും നന്ദി.